जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद पंचकल्पतरुभ्यश्च वासुदेवच परिदानां पावनेभ्यो वैष्णवेभ्यो नमो नमः। योऽन्तः प्रविश्य वाचं मां प्रसुप्तां सञ्जीवशक्त्यविरसदाम्नाम् अन्यां जगत्सश्रवणश्रवणश्रवादीनां नमो भगवते पुरुषाय तुभ्यम्। जय जय श्री चैतन्य जय नित्यानंद जय जय चंद्र जय गौरभक्तवृंद। ഹരേ കൃഷ്ണ. എല്ലാവർക്കും ചൈതന്യ ചരിതാമൃതം പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വായിക്കുന്നത് ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല 7-ാം അധ്യായം ശ്ലോകം 40 മുതൽ. വൃന്ദാവന യൈതേ പ്രഭു രഹിലാകാശിതേ മായാവാദിഗണ ചന്ദ്രേ ലാഗിലാനിന്ദിതേ. വൃന്ദാവനത്തിലേക്ക് പോകുന്ന വഴി ശ്രീ ചൈതന്യ മഹാപ്രഭു വാരണാസിയിലെത്തി. അപ്പോൾ മായാവാദി സന്യാസിമാർ അവിടുന്ന് പല വിധത്തിൽ നിന്ദിക്കുകയുണ്ടായി. ഭാവാർത്ഥം: ഊർജസ്വലമായ കൃഷ്ണാവോധ പ്രചരണത്തിനിടയിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു ധാരാളം മായാവാദികളെ നേരിടേണ്ടി വന്നു. ഇതുപോലെ നമുക്കും പ്രതികൂലരായ സ്വാമികൾ, യോഗികൾ, നിരാകാരവാദികൾ, ശാസ്ത്രജ്ഞന്മാർ, തത്വചിന്തകർ, മാനസിക ഊഹാപോക്കാർ എന്നിവരെ നേരിടേണ്ടി വരുന്നുണ്ട്. എന്നാൽ കൃഷ്ണകൃപയാൽ പ്രയാസം കൂടാതെ നാം ഇവരെല്ലാം വിജയകരമായി തോൽപ്പിക്കുന്നു. ഇവിടെ ഹരേ കൃഷ്ണ. സന്ദർഭം എന്ന് പറഞ്ഞാല് ചൈതന്യ മഹാപ്രഭു സന്യാസം എടുക്കുകയാണ്. ഇപ്പോ മായാവാദികളും മറ്റുള്ളവരും സങ്കീർത്തനയജ്ഞത്തിൽ നിന്നും ഒഴിഞ്ഞോടുന്നത് കണ്ട് ചൈതന്യ മഹാപ്രഭു ഇപ്രകാരം ചിന്തിച്ചു: ഞാൻ എല്ലാവരെയും ഭഗവത് പ്രേമത്തിന്റെ ഈ പെരുവെള്ളത്തിൽ നിർമ്മാർജ്ജനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ചിലർ ഇതിൽ നിന്നും രക്ഷപ്പെടുകയാണ്. അതിനാൽ അവരെയും ഗ്രസിക്കുവാനായി ഞാൻ ഒരു ഉപായം പ്രയോഗിക്കും. ഇപ്പൊ ചൈതന്യ മഹാപ്രഭു ഒരു മുൻ ശ്ലോകത്തില് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്രകാരം പരിഗണനയ്ക്ക് ശേഷം മഹാപ്രഭു സന്യാസം സ്വീകരിച്ചു. അപ്പോ ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിച്ചതിന്റെ ഉദ്ദേശം ഇതാണ്: എല്ലാവരെയും സങ്കീർത്തന യജ്ഞത്തില് അല്ലെങ്കിൽ ഭഗവത് പ്രേമത്തിന്റെ പെരുവെള്ളത്തിൽ വിമഞ്ജനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിനുശേഷം ചൈതന്യ മഹാപ്രഭുവിന് പല സന്യാസിമാരിൽ നിന്നും, അതായത് കൃഷ്ണാബോധ പ്രചരണത്തിന്, അതിൽ വൃന്ദാവനത്തിലേക്ക് പോകുന്ന വഴി ഒരുപാട് മായാവാദി സന്യാസികൾ ചൈതന്യ മഹാപ്രഭുവിനെ നിന്ദിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ പ്രഭുപാദര് ഭാവാർത്ഥത്തിൽ പറയുന്നത്, കൃഷ്ണാബോധ പ്രചരണത്തിൽ നമുക്കും ഇതുപോലെ തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നു. എന്ന് വെച്ചാൽ വൈഷ്ണവനുണ്ട്, അതില് മായാവാദികള് ഉൾപ്പെടും, യോഗികള്, നിരാകാരവാദികള്, ശാസ്ത്രജ്ഞന്മാര്, തത്വചിന്തകന്മാര്, മാനസിക ഊഹോപോക്കാർ, ഇവരെല്ലാം നമ്മൾ നേരിടേണ്ടി വരും. പക്ഷെ എന്നിരുന്നാലും കൃഷ്ണന്റെ കൃപ കൊണ്ട് നമുക്ക് കൃഷ്ണാബോധ പ്രസ്ഥാനം ഒരു തടസ്സം കൂടാതെ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നു. സന്യാസി ഹൈലാകരെ ഗായന നാചന നകരെ വേദാന്ത പാഠ കരേ സങ്കീർത്തന. അപ്പോ നിന്ദകർ പറഞ്ഞു, ഒരു സന്യാസി ആയിരുന്നിട്ടും അദ്ദേഹം വേദാന്ത പഠനത്തിൽ ഏർപ്പെടുന്നതിന് പകരം സദാ സങ്കീർത്തനത്തിലും നൃത്തത്തിലും വ്യാപൃതരായിരിക്കുന്നു. അപ്പൊ അവരുടെ പ്രധാന പരാതി എന്ന് പറഞ്ഞാല് ചൈതന്യ മഹാപ്രഭു സന്യാസിയാണ്, പക്ഷെ എന്നിട്ടും അദ്ദേഹം വേദാന്ത പഠനത്തിൽ ഏർപ്പെടാതെ സങ്കീർത്തനത്തിലും നൃത്തത്തിലും വ്യാപൃതരായിരിക്കുന്നു എന്ന് പറയുന്നു. ഭാവാർത്ഥം: ഭാഗ്യകരമോ നിർഭാഗ്യകരമോ വേദാന്ത പഠനത്തിന് പകരം സങ്കീർത്തനത്തിൽ ഏർപ്പെടുന്ന നമ്മുടെ രീതിയെ വിമർശിക്കുന്ന ഇത്തരം മായാവാദികളെ നമുക്കും നേരിടേണ്ടി വരും.
എന്നാൽ ബാല്യക്കണക്കിന് പുസ്തകങ്ങൾ നാം നാനാ ലോകഭാഷകൾ തർജ്ജമ ചെയ്തിട്ടുണ്ടെന്നും അവ നമ്മുടെ ക്ഷേത്രങ്ങളിലെ വിദ്യാർത്ഥികൾ നിത്യം പഠിക്കാറുണ്ടെന്നുമുള്ള വസ്തുത അവരറിയുന്നില്ല. അപ്പൊ നമ്മള് നൃത്തത്തിലും സങ്കീർത്തനത്തിലും ഏർപ്പെടുന്നുണ്ടെങ്കിലും പ്രഭുപാദര് തന്നെ എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഡെയിലി ഇരുന്ന് വായിക്കുന്നുണ്ട്, ദിവസവും ഭാഗവും ക്ലാസ്സും മറ്റും കാര്യങ്ങളും. നാം ധാരാളം പുസ്തകങ്ങൾ എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും നമ്മുടെ വിദ്യാർത്ഥികളെ പഠിക്കുകയും ലോകമാനം പ്രചരണം ചെയ്യുകയും ചെയ്യുന്നു. ഒരു മായാവതി പ്രസ്ഥാനത്തിനും ഇത്രത്തോളം പുസ്തകങ്ങൾ കാഴ്ചവെക്കാനാകില്ല. ശരിയല്ലേ? നമ്മളിപ്പോ മറ്റുള്ള ആശ്രമങ്ങളിലോ അല്ലെങ്കിൽ മായാവാദ ആശ്രമങ്ങളിലോ അല്ല എവിടെ പോയി കഴിഞ്ഞാലും ഇത്രയും പുസ്തകങ്ങൾ, ഇസ്കോണാണ് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. വൈദിക സാഹിത്യത്തില് ഇന്നും ഭക്തി വേദാന്ത ബുക്ക് ട്രസ്റ്റ് ആണ് പ്രസിദ്ധീകരണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ശ്രീമദ് ഭാഗവതം തന്നെ 18 വോളിയം, ഇപ്പൊ ഇംഗ്ലീഷിൽ 44 വന്നിട്ടുണ്ട്. എന്നിരുന്നാലും പഠനത്തിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞ് അവർ നമ്മെ കുറ്റപ്പെടുത്തും. ഇത്തരം ആരോപണങ്ങളെല്ലാം നിരർത്ഥകങ്ങളാണ്. നാം പഠിക്കാറുണ്ടെങ്കിലും മായാവാദികൾ അബദ്ധങ്ങൾ പഠിക്കാറില്ല. മായാവാദി സന്യാസിമാർ കീർത്തനം ചൊല്ലുകയോ നൃത്തം ചെയ്യുകയോ ചെയ്യാറില്ല. ഒരു സന്യാസി ഇത്തരം പ്രവർത്തനങ്ങൾ ഒഴിവാക്കി വേദാന്ത പഠനത്തിൽ നിരതരാകണമെന്നാണ് അവരുടെ വാദം. ഇത്തരക്കാർ വേദാന്തത്തിന്റെ ലക്ഷ്യമെന്തെന്ന് അറിയില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭഗവത്ഗീത 15 കൃഷ്ണൻ പറയുന്നുണ്ട്, വേദൈഷ സർവൈരഹമേവ വേദ്യോ വേദാന്ത കൃത്വേദ വിദേഹജാഹം. എല്ലാ വേദങ്ങളിലെയും അറിയേണ്ടത് എന്നെ തന്നെ. വേദാന്തം ഉണ്ടാക്കിയതും വേദങ്ങൾ അറിയുന്നതും ഞാനാണ്. ശ്രീകൃഷ്ണ ഭഗവാനാണ് വേദാന്തത്തിന്റെ യഥാർത്ഥ രചയിതാവ്. അതിനാൽ അവിടുന്ന് അരുളി ചെയ്യുന്നത് എന്തോ അത് വേദാന്ത തത്വം. അതീന്ദ്രിയമായ ശ്രീമദ് ഭാഗവത രൂപത്തിൽ ഭഗവാൻ നേരിട്ട് സമ്മാനിച്ച വേദാന്തത്തിൽ അജ്ഞരാണെങ്കിലും മായാവാദികൾ തങ്ങളുടെ പഠനത്തിൽ അത്യന്തം അഭിമാനിക്കുന്നു. അപ്പൊ ഇവര് വേദാന്ത പഠനത്തിൽ ഏർപ്പെട്ടിരുന്നെങ്കിലും അവർക്ക് ശാസ്ത്രത്തിന്റെ പൊരുൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന് ഉദാഹരണമാണ് ചൈതന്യ മഹാപ്രഭു സാധു കൊട്ടാരചാര്യൻ തമ്മിലുള്ള സംഭാഷണം. അതായത് ജഗന്നാഥ് പുരിയില് 7 ദിവസം ചൈതന്യ മഹാപ്രഭുവിനെ ഇരുത്തി വേദാന്തം പഠിപ്പിച്ചു. അപ്പോ ചൈതന്യ മഹാപ്രഭു ഒരു ചോദ്യവും ചോദിച്ചില്ല. അപ്പൊ തിരിച്ച് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, നിങ്ങൾ വേദാന്ത തത്വങ്ങൾ ഉപദേശിച്ചു, പക്ഷേ എനിക്ക് അതിന്റെ പൊരുൾ മനസ്സിലായില്ല. അങ്ങ് പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായില്ല. പക്ഷെ ഇവിടെ ഭഗവത്ഗീത എന്താ പറയുന്നത്? വേദാന്ത കൃത്വേദ വിദേഹചാഹം. എല്ലാ വേദങ്ങളും അറിയേണ്ടത് എന്നെയാണ്. വേദാന്തം ഉണ്ടാക്കിയതും വേദങ്ങളും അറിയുന്നതും ഞാനാണ്. ഇത് ഭഗവത്ഗീത പറയും. ഇപ്പോ ഇതാണ് മായവാദികളും വൈഷ്ണവരും തമ്മിലുള്ള വ്യത്യാസം. ഇത്തരക്കാർ വേദാന്തത്വം തെറ്റായി കാഴ്ചവെക്കുന്നത് മൂലം ഉണ്ടാകുന്ന ദുഷ്ഫലങ്ങളെ മുൻകൂട്ടി ശ്രീ വ്യാസദേവൻ വേദാന്ത സൂത്രം എന്ന വ്യാഖ്യാനം എന്നോണം ശ്രീമദ് ഭാഗവതം രചിക്കുകയുണ്ട്. അപ്പോ എല്ലാ വേദങ്ങളെയും ഒരു സൂത്ര രൂപത്തിലാക്കി, പക്ഷെ അതിന്റെ വ്യാഖ്യാനമാണ് ശ്രീമദ് ഭാഗവതം. അപ്പൊ എല്ലാം എഴുതിയ ശേഷം വ്യാസദേവൻ സംതൃപ്തിയില്ല. പക്ഷെ പിന്നീട് നാരദമുനി തന്നെ ഒന്ന് പറഞ്ഞു, ഒരു കാര്യം വിട്ടുപോയി, ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്തില്ല. അങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം അതിന്റെ ഫലത്തിന്റെ, അതായത് വൃക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്ന ഫലമാണ്. ആ ഫലത്തിന്റെ അത് പഴുത്ത് നമ്മൾ കഴിക്കുന്ന ആ ഫ്രൂട്ട്സ് ആണ് പ്രധാനം. അപ്പൊ അതാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. ഭാഷോധ്യായം ബ്രഹ്മസൂത്രാണ്. ബ്രഹ്മസൂത്രത്തിലെ എല്ലാ വേദതത്വങ്ങളുടെയും ഉദ്ദേശത്തെയാണ് ശ്രീമദ് ഭാഗവതം. അതിനാൽ എല്ലായ്പ്പോഴും ശ്രീമദ് ഭാഗവതം ഭഗവതി എന്ന് പഠിക്കുകയും ലോകമാനം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കൃഷ്ണാബോധനായ ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ വേദാന്തം മനസ്സിലാക്കിയത്. അപ്പോ ഗുരുവായൂർ പറയും, നമുക്ക് ഈ 2 പുസ്തകങ്ങൾ മാത്രം മതി. അത് ശ്രീമദ് ഭാഗവതവും
ഭഗവത്ഗീതയും. അതിനാൽ എല്ലായ്പ്പോഴും ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത ഇത് പഠിക്കുകയും ലോകമാനം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കൃഷ്ണാബോധനായ ഒരു വ്യക്തിയാണ് യഥാർത്ഥ വേദജ്ഞാനം മനസ്സിലാക്കിയത്. മായാവാദികൾ വേദാന്ത തത്വങ്ങളെ തങ്ങളുടെ കുത്തകയാക്കിയതിനാൽ അഭിമാനിക്കുന്നു. എന്നാൽ വേദാന്ത സൂത്രത്തിന്റെ ഭക്തരായ ആചാര്യന്മാർ എഴുതിയ ശ്രീമദ് ഭാഗവതം പോലുള്ള ഭാഷ്യങ്ങളുണ്ട്. ഗൗഡീയ വൈഷ്ണവരുടെ വേദാന്ത സൂത്ര ഭാഷ്യം ഗോവിന്ദ ഭാഷ്യം എന്നറിയപ്പെടുന്നു. ഭക്തന്മാർ വേദാന്തം പഠിക്കുന്നില്ലെന്ന മായാവാദികളുടെ ആരോപണം വ്യാജമാണ്. ഭാഗവത ധർമ്മം എന്നറിയപ്പെടുന്ന കീർത്തനം, നൃത്തം, ശ്രീമദ് ഭാഗവത തങ്ങളുടെ പ്രചരണം എന്നിവ വേദാന്ത പഠനത്തിന് തുല്യമാണെന്ന് മായാവാദികൾക്ക് അറിയില്ല. വേദാന്ത പഠനമാണ് സന്യാസിമാരുടെ ഏകധർമ്മമെന്ന് കരുതുന്ന അവർ മഹാപ്രഭു ഇത്തരം പ്രവൃത്തിയിൽ ഏർപ്പെടാത്തതിനാൽ അവർ അവിടുത്തെ വിമർശിച്ചു. ശ്രീപാദ ശങ്കരാചാര്യ വേദാന്ത പഠനത്തിന് പ്രത്യേകം ഊന്നൽ നൽകിയിരുന്നു. വേദാന്ത വാക്യേഷു സദാ രമന്ത കൗപീനബന്ധ ഖലു ഭാഗ്യബന്ധ. ഒരു സന്യാസി കൗപീന വസ്ത്രത്തിൽ സംതൃപ്തനാവുകയും വേദാന്ത തത്വങ്ങൾ ആനന്ദിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത്തരം ഒരു പരിത്യാഗി ഭാഗ്യവാനായി കരുതുന്നു. മഹാപ്രഭുവിന്റെ പെരുമാറ്റം ഇതിൽ നിന്നും ഭിന്നമായിരുന്നതിനാൽ വാരണാസിയിലെ മായാവാദികൾ അദ്ദേഹത്തെ നിന്ദിച്ചു. അതുകൊണ്ടാണ് പ്രഭുപാദര് പറയുന്നത്, മായാവാദികൾ ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്നത് അപരാധീസ്, അവര് നിന്ദ ചെയ്യുന്നവരാണ്, വൈഷ്ണവ നിന്ദ ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് അവരിൽ നിന്ന് നമ്മൾ കേൾക്കാൻ പാടില്ല എന്ന് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു. എന്നാൽ പ്രകാശാനന്ദ സരസ്വതി, സാർവഭട്ടാചാര്യ എന്നിവരുമായുള്ള വേദാന്ത ചർച്ചകളിലൂടെ മഹാപ്രഭു ഈ മായാവാദി സന്യാസിമാരിൽ തന്റെ കാരുണ്യം ചൊരിഞ്ഞ് അവരെ ഉദ്ധരിക്കുകയുണ്ടായി. പക്ഷെ എന്നിരുന്നാലും ചില എക്സാമ്പിൾ, ഉദാഹരണം പ്രകാശാനന്ദ സരസ്വതിയും സാർവഭട്ടാചാര്യെല്ലാം മായാവാദി സന്യാസിമാരായിരുന്നു. പക്ഷെ അവരെല്ലാം പിന്നീട് ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം അവർക്ക് കിട്ടി, അവർ ഭക്തനായി തീരുകയും ചെയ്തു. ഓർക്ക സന്യാസി നിജധർമ്മനാഹി ജനെ പാവുക ഹൈലാപരെ പാവുകേ രസനെ. ഈ ചൈതന്യ മഹാപ്രഭു പഠിപ്പില്ലാത്തവനായ ഒരു സന്യാസിയാകയാൽ അവിടുന്ന് യഥാർത്ഥ സന്യാസ ധർമ്മത്തെക്കുറിച്ച് അറിവില്ല. സ്വന്തം വികാരങ്ങളാൽ മാത്രം നയിക്കപ്പെടുന്ന അദ്ദേഹം മറ്റ് വികാര ദുർബലരോടൊപ്പം അലഞ്ഞു തിരിഞ്ഞു. അപ്പൊ ചൈതന്യ മഹാപ്രഭു ഒരു വികാര ജീവിയായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. പാടുകയും ആടുകയും ചെയ്യുന്നവർക്ക് തത്വജ്ഞാനമില്ലത്രേ. കൃഷ്ണാബോധത്തിലെ സുദൃഢമായ അതീന്ദ്രിയ തത്വങ്ങളെ കുറിച്ച് അജ്ഞരായ മായാവാദികളുടെ എടുത്തുചാടിയുള്ള നിഗമനം. കൃഷ്ണാബോധനായ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ വേദാന്ത തത്വത്തിൽ പൂർണ്ണജ്ഞാനമുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവർ വേദാന്ത സൂത്രത്തിന്റെ യഥാർത്ഥ ഭാഷ്യമായ ശ്രീമദ് ഭാഗവതം പഠിക്കുകയും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ വചനങ്ങളായ ഭഗവത്ഗീത യഥാരൂപം പിന്തുടരുകയും ചെയ്യും. അതാണ് കാരണം. ഭാഗവധർമ്മം മനസ്സിലാക്കുക വഴി ആത്മീയബോധത്തിൽ പൂർണ്ണതയായി സ്ഥിതി ചെയ്യുന്ന അവരുടെ ജപവും നൃത്തവും ആത്മീയ വിധാനത്തിലുള്ളവയാണ്, പ്രാപഞ്ചിക തലത്തിലുള്ളതല്ല. ഭക്തന്മാരുടെ ജപവും ആനന്ദ നൃത്തവും പൊതുവെ എല്ലാവരും പ്രശംസിക്കുകയും അതിനാൽ നമ്മൾ ഹരേ കൃഷ്ണക്കാർ എന്ന് പ്രസിദ്ധരായി തീരുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പൂർണ്ണത കാരണം മായാവാദികൾ ഇത്തരം പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കാനാകില്ല. അപ്പൊ നമ്മൾ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നത് കൊണ്ടാണ് നമ്മൾ റോഡിൽ വെച്ച് ആൾക്കാരെ കാണുമ്പോൾ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പോകുന്നു എന്ന് പറയാറ്. ചിലർ നമ്മളെ കളിയാക്കി പറയും. നമ്മളെ കാണുമ്പോഴത്തെ ഹരേ കൃഷ്ണ ഹരേ രാമ എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരുമുണ്ട്. പക്ഷെ അവർക്കും കൂടി അതിന്റെ ഫലം കിട്ടും. കാരണം അറിഞ്ഞോ അറിയാതെ അവർ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നുണ്ട്. അതാണ് ഒരു ഭക്തന്റെ ഗുണം. അതാണ് പ്രഭുപാദര് എല്ലാവരെയും പുറത്തേക്ക് പോകാനായിട്ട് ആജ്ഞാപിച്ചു. കാരണം പുറത്തു പോകുമ്പോൾ മാത്രമേ, ഭക്തനെ കാണുമ്പോഴേ അല്ലെങ്കിൽ ഭക്തനിലൂടെ മാത്രമേ ഒരാൾ ഭക്തനാകൂ. സവാസുനിയാ പ്രഭു ഹാസേ മനെ മനെ കാരോ നകൈല സംഭാഷണം. നിന്ദകളെല്ലാം ശ്രവിച്ചപ്പോ മഹാപ്രഭു ആത്മഗതമായി പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തു. ആരോപണങ്ങളെല്ലാം അവഗണിച്ചു. എന്നാൽ അവിടുന്ന് മായാവാദികളുമായി സംഭാഷണം നടത്തിയില്ല.
ഭാവാർത്ഥം: കൃഷ്ണഭക്തന്മാരെന്ന നിലയിൽ നാം മായാവാദികളുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ട് അമൂല്യമായ സമയം നഷ്ടപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നിരുന്നാലും സ്വതവേ വന്നുഭവിക്കുന്ന അവസരങ്ങളിലെല്ലാം അവർ കൃഷ്ണാവതത്വങ്ങൾ ശക്തമായും വിജയപ്രദമായും ഊട്ടിയുറപ്പിക്കുന്നു. ഇപ്പൊ പ്രഭുപാദരും പല സമയത്തും മായാവാദികള് സംഭാഷണത്തിന് വന്നപ്പോ പ്രഭുപാദര് അവരെ കാണാൻ കൂട്ടാക്കിയില്ല, പകരം പ്രസാദം കൊടുത്തു വിടാൻ പറഞ്ഞു. കാരണം അവര് അക്സെപ്റ്റ് ചെയ്യില്ല, നമ്മൾ പറയുന്നത് സ്വീകരിക്കാൻ അവർ തയ്യാറില്ല. അവര് നമ്മളോട് തർക്കത്തിനാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരുമായിട്ട് സംസാരിച്ച് എന്തിനാ സമയം കളയുന്നു എന്നുള്ളതാണ് പ്രഭുപാദർ ചിന്തിച്ചത്. ഉപേക്ഷാകരിയ കൈല മധുരഗമന മധുര ദേഖിയ ഗുണകൈല ആഗമന. വാരണാസി മായാദികൾ എന്തെങ്കിലും അവഗണിച്ച് മഹാപ്രഭു മധുരയിലേക്ക് യാത്ര പുറപ്പെട്ടു. മധുര സന്ദർശന ശേഷം വീണ്ടും വാരണാസിയിലേക്ക് മടങ്ങിയെത്തി. ഇപ്പൊ ചൈതന്യമാവ് അവിടുന്ന് മധുരയിലേക്ക് പോയിട്ട് തിരിച്ച് വീണ്ടും വാരണാസിയിലേക്ക് വന്നു എന്നുള്ളതാണ്. ആദ്യം വാരണാസി സന്ദർശിച്ചപ്പോൾ മഹാപ്രഭു മായാവതികളുമായി സംഭാഷണം നടത്തിയില്ല. എന്നാൽ വേദാന്തത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം അവരെ ബോധ്യപ്പെടുത്തുവാനായി അവിടുന്ന് മധുരയിൽ നിന്നും വാരണാസിയിലേക്ക് മടങ്ങി വന്നു. കാശീതലേ ഏകക ശൂദ്രത്തിൽ ചന്ദ്രശേഖര താണ്ഡ്രാകരേഹില പ്രഭു സ്വതന്ത്ര ഈശ്വര. ശ്രീ ചന്ദ്രശേഖരൻ ഒരു ശൂദ്രനായി അതേ കാര്യസ്ഥനായി പരിഗണിക്കപ്പെട്ടുവെങ്കിലും ഇത്തവണ മഹാപ്രഭു ചന്ദ്രശേഖരന്റെ ഗൃഹത്തിൽ തന്നെ താമസിക്കുകയുണ്ടായി. എന്തുകൊണ്ടെന്നാൽ പരമദിവ്യത്വ പുരുഷനായ ഭഗവാൻ എന്ന നിലയിൽ അവിടുന്ന് പൂർണ്ണ സ്വതന്ത്രനാണല്ലോ. അപ്പോ ഇവിടെ പറയുന്നത് ചൈതന്യമാഹാപ്രഭു ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വീട്ടിലാണ് താമസം. അദ്ദേഹം ശൂദ്രനായിട്ടാണ് കണക്കാക്കിയിരിക്കപ്പെടുന്നത്. സാധാരണ ഇവിടെ പറയുന്നത് ആചാരമനുസരിച്ച് ഒരു സന്യാസി ശൂദ്രന്റെ ഗൃഹത്തിൽ താമസിക്കാൻ പാടില്ലെങ്കിലും മഹാപ്രഭു ഒരു ഗുമസ്തനായ ചന്ദ്രശേഖരന്റെ ഗൃഹത്തിൽ താമസിക്കുകയുണ്ടായി. ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചവനല്ലാത്ത ഏതൊരാളും, അതായത് അവൻ ഉന്നത കുലങ്ങളായ ക്ഷത്രിയ വൈശ്യ വിഭാഗത്തിൽ ആണെങ്കിൽ പോലും ശൂദ്രനായി പരിഗണിക്കുന്ന ഒരു സമ്പ്രദായം 500 വർഷങ്ങൾക്ക് മുമ്പ് പ്രത്യേകിച്ചും ബംഗാളിൽ നിലനിന്നിരുന്നു എന്ന് പ്രഭുപാദർ പറയുന്നു. അന്നത്തെ കാലത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ശ്രീ ചന്ദ്രശേഖരൻ ഉത്തര ഭാരതത്തിലെ കായസ്ഥ കുടുംബത്തിൽ നിന്നുള്ള ഒരു ഗുമസ്തനായിരുന്നുവെങ്കിലും അദ്ദേഹത്തെ ഇതിനാൽ ശൂദ്രനായി പരിഗണിക്കപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ചും വൈശ്യയിൽപ്പെട്ട സുവർണവാണി സമുദായക്കാരെയും വൈദ്യന്മാരുടെയും ഉപജീവനം നടത്തിയിരുന്ന സമുദായക്കാരെ ശൂദ്രന്മാരെന്ന് മുദ്ര കുത്തപ്പെട്ടിരുന്നു. സ്വാർത്ഥമതികളായ ഒരുപാം ജനങ്ങൾ അവതരിപ്പിച്ച ഒരു കൃത്രിമ തത്വങ്ങളെ ചൈതന്യമാഹാപ്രഭു സ്വീകരിച്ചിരുന്നില്ല. രാമനിൽ നിന്നുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നിട്ടും പിന്നീട് കായസ്ഥർ, വൈദ്യർ, വാണികർ എന്നിവരെല്ലാം പൂർണ്ണ സ്വീകരിക്കാൻ തുടങ്ങി. അപ്പോ അന്ന് ഇത്തരം ഉച്ച നീചത്വങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമാണ്. ചൈതന്യമാഹാപ്രഭു അതെല്ലാം തിരുത്തി. പിന്നീട് അവര് ബ്രാഹ്മണരിൽ നിന്ന് എതിർപ്പുണ്ടായിരുന്നെങ്കിലും പിന്നീട് അവരെല്ലാം പൂണൂല് സ്വീകരിക്കാൻ പോയി. ഇപ്പോഴും നിങ്ങൾ കേരളത്തിലിരിക്കും, കോയമ്പത്തൂരിലൊക്കെ പോയി കഴിഞ്ഞാൽ വൈശ്യര് അല്ലെങ്കിൽ ക്ഷത്രിയർ ഇവരെല്ലാം പൂണൂലിട്ടിരിക്കുന്നത് കാണാം. ചൈതന്യമാഹാപ്രഭുവിന്റെ കാലത്തിന് മുമ്പ് വൈശ്യരായ സുവർണവാണി സമുദായത്തെ വ്യക്തിവൈരാഗ്യം മൂലം അപ്പോഴത്തെ ബംഗാളിലെ രാജാവായ ബല്ലാൽ സേൻ ശിക്ഷിക്കുകയുണ്ടായി. ധനകാര്യ സ്ഥാപനങ്ങൾ, സ്വർണം, വെള്ളി എന്നിവയിൽ കച്ചവടം നടത്തിയിരുന്നതിനാൽ സുവർണവാണി സമുദായം എല്ലായ്പ്പോഴും ബംഗാളിലെ ധനികരായിരുന്നു. അതിനാൽ ബല്ലാൽ സേൻ എന്ന സുവർണവാണി പണമിടപാടുകാരനിൽ നിന്നും പണം വാങ്ങുക പതിവായിരുന്നു. എന്നാൽ ബല്ലാൽ സേനന്റെ ദുർധനത്വം മൂലം ഈ കടമിടപാട് പിന്നീട് ആ സുവർണവാണി ബാങ്കാധികാരി നിർത്തുകയുണ്ടായി. ഇതിൽ കുപിതനായ ബല്ലാൽ സേൻ സുവർണവാണി സമുദായത്തെ അടക്കം ശൂദ്രരായി ശിക്ഷിക്കുകയുണ്ടായി. അതാണ് കാരണം. സുവർണവാണി സമുദായത്തിലെ വൈദിക ബ്രാഹ്മണ സംസ്കാരത്തിന്റെ പിന്തുടർച്ചക്കാരായി സ്വീകരിക്കാതിരിക്കാൻ ബല്ലാൽ സേൻ ബ്രാഹ്മണ സമുദായത്തെ പ്രേരിപ്പിച്ചു. ചില ബ്രാഹ്മണർ ബല്ലാൽ സേനന്റെ നിർദ്ദേശം സ്വീകരിച്ചുവെങ്കിലും മറ്റുള്ളവർ അംഗീകരിച്ചില്ല. ഇപ്രകാരം ബ്രാഹ്മണ സമുദായം തന്നെ രണ്ടായി വിഭജിക്കപ്പെട്ടു.
സുവർണ വണികരെ പിന്താങ്ങിയിരുന്ന ബ്രാഹ്മണ സമുദായത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടു. ബംഗാളിൽ ഇപ്പോഴും ഇത് പിന്തുടർന്നു വരും. ഇപ്പൊ കേരളത്തിൽ ഇതുപോലെ വേറൊരു സിസ്റ്റം, ഇവിടെ ബംഗാളിൽ വേറൊരു രീതിയിലാണ്. ബംഗാളിൽ ധാരാളം വൈഷ്ണവ കുടുംബങ്ങളിലെ അംഗങ്ങൾ ബ്രാഹ്മണ കുലത്തിൽ പിറന്നവരല്ലെങ്കിലും ദീക്ഷ ഗുരുക്കന്മാരാകുകയും വൈഷ്ണവതന്ത്രം അനുശാസിക്കുന്നതനുസരിച്ച് ശിഷ്യന്മാർക്ക് ഊണു നൽകുകയും ചെയ്തു വന്നിരുന്നു. ഉദാഹരണമായി രഘുനന്ദ ആചാര്യൻ, കൃഷ്ണദാസ് ഠാക്കൂർ, നവനി ഹോഡ, രസികാനന്ദ ദേവൻ, ശ്യാമാനന്ദ ശിഷ്യൻ എന്നിവയുടെ കുടുംബങ്ങളിൽ ബ്രാഹ്മണ ദീക്ഷ ചടങ്ങുകൾ നിർവഹിക്കുക പതിവായി. ഈ സമ്പ്രദായം കഴിഞ്ഞ 300-400 വർഷങ്ങളായി തുടർന്നു വന്നു. ബ്രാഹ്മണ കുല ജാതകരായവരെ ശിഷ്യന്മാരായി സ്വീകരിക്കുന്ന വൈഷ്ണവതന്ത്രം അനുസരിച്ച് തികച്ചും യോഗ്യതയുള്ള ആത്മീയ ഗുരുക്കന്മാർക്ക് അർച്ചന വിഗ്രഹത്തോടൊപ്പം ശാലഗ്രാമ ശിലപൂജയ്ക്ക് അനുയോജ്യമായ സാഹചര്യവുമുണ്ട്. ഇത് എഴുതുന്ന കാലത്ത് നമ്മുടെ കൃഷ്ണാമൃത പ്രസ്ഥാനത്തിൽ ഇതുവരേക്കും ശാലഗ്രാമ പൂജ ആരംഭിച്ചിട്ടില്ല. എന്നാൽ ഉടൻ തന്നെ നമ്മുടെ സ്ഥലങ്ങളിലെല്ലാം അർച്ചന പദ്ധതിയുടെ വിഗ്രഹാരാധനയുടെ ഒരു പ്രധാന ഭാഗമായ പൂജയും സമാരംഭിക്കുന്നു. ഇപ്പൊ നമുക്ക് ശാലഗ്രാമ പൂജ അമ്പലങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് പൂജയുടെ സമയത്ത് തുടങ്ങിയില്ലായിരുന്നു. തപനമിശ്രേര ഹരേഭിക്ഷ നിർവാഹണ സന്യാസീര സംഗേന നിമന്ത്രണ. ചൈതന്യ മഹാപ്രഭു തപനമിശ്രയുടെ ഗൃഹത്തിൽ പതിവായി ഭക്ഷണം സ്വീകരിച്ചു. അവിടെ മറ്റു മായവായ സന്യാസിമാരെ സംഘം ചെയ്യുകയോ അവരുടെ ശിക്ഷണം സ്വീകരിക്കുകയോ ചെയ്തിരുന്നില്ല. മഹാപ്രഭു മാതൃകപരമായ ഈ പെരുമാറ്റം വൈഷ്ണവ സന്യാസിമാർ മായവായ അടുത്തിടപഴകുകയോ അവരുടെ ക്ഷണം സ്വീകരിക്കുകയോ ചെയ്തെന്ന് തെളിയിക്കും. ഇവിടെ പറയുന്ന ചൈതന്യ മഹാപ്രഭു എന്തുകൊണ്ട് അത്തരക്കാരുമായി ഇടപഴകുകയില്ല, നമുക്ക് തരുന്ന ഒരു വാണിംഗ് ആണ്. അവരുടെ ക്ഷണം സ്വീകരിക്കുകയോ അവർ പോവുകയോ ചെയ്യുന്നില്ല. സനാതന ഗോസാനിയാസി തന്ത്രാശിക്ഷാലാഗി പ്രഭു തുമാസാരഹില. ബംഗാളിൽ നിന്ന് വന്ന സനാതന ഗോസ്വാമി സബരമിശ്രയുടെ ഗൃഹത്തിൽ വെച്ച് ചൈതന്യ മഹാപ്രഭുവിനെ സന്ദർശിച്ചു. അവിടെ മഹാപ്രഭു 2 മാസക്കാലം തുടർച്ചയായി താമസിച്ചാണ് സനാതനൻ ഭക്തിയോഗത്തിൽ ശിക്ഷണങ്ങൾ നൽകിയത്. അപ്പോ സനാതന ഗോസ്വാമി ഉപദേശിച്ചത് ഈ ഒരു സ്ഥലത്താണ്. സബരമിശ്രയുടെ ഗൃഹത്തിൽ വെച്ച് ചൈതന്യ മഹാപ്രഭുവിനെ സന്ദർശിക്കുകയും അവിടെ വെച്ച് 2 മാസക്കാലം സനാതന ഗോസ്വാമിക്ക് ഭക്തിയോഗത്തിന്റെ ശിക്ഷണങ്ങൾ നൽകിയിരുന്നു. ചൈതന്യ മഹാപ്രഭു സനാതന ഗോസ്വാമിക്ക് ഗുരുശിഷ്യ പരമ്പരയിലൂടെ ശിക്ഷണങ്ങൾ നൽകി. സനാതന സംസ്കൃതം തുടങ്ങിയ ഭാഷകളിൽ ഉന്നത പണ്ഡിതനായിരുന്നെങ്കിലും മഹാപ്രഭു നിർദ്ദേശം സ്വീകരിക്കുന്നതുവരെ അദ്ദേഹം വൈഷ്ണവ സദാചാരത്തെ കുറിച്ച് യാതൊന്നും എഴുതിയിരുന്നില്ല. വൈഷ്ണവരാക്കുവാൻ താല്പര്യപ്പെടുന്ന നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഹരിഭക്തി വിലാസം എന്ന ഗ്രന്ഥം പൂർണ്ണ രൂപേണ മഹാപ്രഭുവിന്റെ ശിക്ഷണങ്ങൾ ആസ്പദമാക്കിയുള്ളതാണ്. വൈഷ്ണവ ശാസ്ത്രപ്രകാരം ഉത്തമനായ ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്നും ദീക്ഷ കൈവരിക്കുന്നത് മൂലം ഒരുവന് ഉടനടി ബ്രാഹ്മണനാകാൻ കഴിയുമെന്ന് ഈ ഗ്രന്ഥത്തിൽ പ്രസ്താവിച്ചു. അപ്പൊ ചൈതന്യ മഹാപ്രഭു സനാതന ഗോസ്വാമി എഴുതിയ ഈ ഹരിഭക്തി എന്ന ഹരിഭക്തി വിലാസത്തിലാണ് ഈ വൈഷ്ണവ സദാചാരം വരുന്നത്. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന വൈഷ്ണവ സദാചാരം എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അത് എല്ലാ ദീക്ഷയുടെ ഭക്തന്മാരും പഠിച്ചിരിക്കേണ്ടതാണ്. ഒരു വൈഷ്ണവൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ക്ഷേത്രങ്ങളിൽ പാലിക്കേണ്ട കാര്യങ്ങള്, ഭഗവാന് ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, അമ്പലങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, ഏതെല്ലാം അപരാധങ്ങള്, ഓരോ കാര്യങ്ങളും വളരെ വിശദമായി വിവരിക്കുന്ന ഒരു പുസ്തകമാണ്. ഇസ്കോണിൽ ആ പുസ്തകമുണ്ട്. പക്ഷെ നമുക്ക് ഒരു തനിയെ ക്ലാസ് എടുക്കേണ്ടതാണ്. പല സ്ഥലങ്ങളിലും അത് IDCയിലെ ഒരു ഭാഗമായി വരുന്നത് കൊണ്ട് തനിയൊരു ക്ലാസ് നടത്താറില്ല. പക്ഷെ അത് തനിയൊരു ക്ലാസ് തന്നെ നടത്തേണ്ടതാണ്. കാഞ്ചനാദാം ജാതി കാസ്യാം രസവിധാനതഃ തദാ ദീക്ഷവിധാനേന ദ്വിജത്വം ജായതേ നൃണാം.
രാസധാതുക്കളുമായി, അതായത് മെർക്കുറി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് മണിലോഹം, അതായത് ബെൽമെറ്റ് സ്വർണമായി മാറുന്നത് പോലെ ആധികാരികമായ ആത്മീയ ഗുരുവിന് ഉചിതമായ പരിശീലനം ദീക്ഷയും ലഭിച്ച ഒരു വ്യക്തി ഉടനെ ബ്രാഹ്മണനായിത്തീരും. ചിലപ്പോൾ ബ്രാഹ്മണ കുടുംബങ്ങളിൽ ജനിച്ചവർ ഈ തത്വങ്ങളെ എതിർക്കുന്നുവെങ്കിലും അവർക്ക് ഇതിനെതിരായി ശക്തമായ വാദങ്ങളും തന്നെ ഇല്ല. ഇപ്പൊ നമ്മള് ഒരു ആള് ദീക്ഷ സ്വീകരിക്കുമ്പോൾ അദ്ദേഹം ബ്രാഹ്മണനായിത്തീരുന്നു എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് സെക്കൻഡ് ദീക്ഷ സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് വിഗ്രഹ സേവനം ചെയ്യാനുള്ള അനുവാദം കിട്ടും. ഗുരു ഗായത്രി മന്ത്രം കൊടുക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ നിസ്കോണിൽ ഫോളോ ചെയ്യുന്ന സിസ്റ്റം. പക്ഷെ അതില് മെയിൽ മെമ്പേഴ്സിന് പൂണൂൽ കൊടുക്കുകയും സ്ത്രീകൾക്ക് പൂണൂൽക്കില്ല. അത് മന്ത്രം മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ബ്രാഹ്മണ കുടുംബങ്ങൾ ജനിച്ചവർ തത്വങ്ങൾ എതിർക്കുന്നുവെങ്കിൽ അവർക്ക് അതിനെതിരെ ശക്തമായ വാദങ്ങളൊന്നും തന്നെ ഇല്ല. ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും അവിടുത്തെ ഭക്തന്റെയും കാരുണ്യത്തിന് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റാൻ കഴിയും. ഭഗവാൻ കൃഷ്ണന്റെയും അവിടുത്തെ ഭക്തന്റെയും കാരുണ്യത്തിന് വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റാൻ കഴിയും. ഭാഗവത്തിലെ ജഹാദി ബന്ധം ശുദ്ധന്തി എന്ന പദങ്ങൾ സ്ഥിരീകരിക്കുന്നു. ഒരു ജീവാത്മാവ് പ്രത്യേക തരത്തിലുള്ള ശരീരത്താൽ ബന്ധനാണെന്ന് ജഹാദി ബന്ധം എന്ന പദം സൂചിപ്പിക്കുന്നു. ശരീരം തീർച്ചയായും ഒരു ബന്ധനമാണ്. എന്നാൽ പരിശുദ്ധപരമായി സത്സംഗം ചെയ്യുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ സൂക്ഷ്മമായി അനുസരിക്കുകയും ചെയ്യുന്ന ഒരുവൻ സത്സംഗി ദീക്ഷയുടെ ബ്രാഹ്മണനാകാൻ കഴിയും. ഒരു അബ്രാഹ്മണൻ പരിശുദ്ധ ഭക്തനുമായ സംഘത്താൽ എപ്രകാരം ബ്രാഹ്മണനായി തീരുന്നുവോ എന്ന് ശ്രീ ജീവഗോസ്വാമി വിവരിക്കുന്നു. സർവവിഷ്ണവേ നമഃ. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് എന്തും ഏതും പ്രവർത്തിക്കാൻ കഴിയുമിതം ശക്തനാണ് ഭഗവാൻ വിഷ്ണു. അതിനാൽ തന്റെ പരിശുദ്ധ ഭക്തന്റെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ വർത്തിക്കുന്ന ഒരു ഭക്തന്റെ ശരീരം പരിവർത്തിതമാക്കുവാൻ അവിടെ ഒട്ടും തന്നെ പ്രയാസമില്ല. ഇവിടെ പരിശുദ്ധ ഭക്തന്മാരുമായിട്ടുള്ള സംഘം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നമുക്കറിയുന്ന കുറച്ച് പ്രഭുപാദയുടെ ശിഷ്യൻ സംഘർഷൻ ദാസ് അധികാരി മഹാരാജ് ഇവിടെ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു. എല്ലാവരും നല്ലതുപോലെ സേവനം ചെയ്തു. എല്ലാവരും ക്ഷേത്രത്തിൽ വന്നു, സത്സംഗം എടുത്തു. നല്ലൊരു എനർജി. അവർക്ക് ആ ഒരു എനർജി നമുക്ക് തരാൻ കഴിയും. അടുത്ത 48. തന്റെ ശിഖായ സഭ വൈഷ്ണവേരധർമ്മ ഭാഗവാദിശ്രേരയതൂഢമർമ്മ. നിഗൂഢങ്ങളായ നിർദ്ദേശങ്ങൾ വെളിപ്പെടുന്ന ശ്രീമദ് ഭാഗവതം പോലുള്ള ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു സനാതന ഗോസ്വാമിക്ക് ഒരു വൈഷ്ണവ ഭക്തന്റെ എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളെയും സംബന്ധിച്ച് ഉപദേശങ്ങൾ നൽകി. അതാണ് വൈഷ്ണവ സദാചാരം, വൈഷ്ണവ എറ്റിക്കേറ്റ്. ഗുരുശിഷ്യ പരമ്പര സമ്പ്രദായം അനുസരിച്ചുള്ള ആത്മീയഗുരു നിർദ്ദേശങ്ങൾ വേദശാസ്ത്രങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളവയായിരിക്കണം. പരമ്പരയിലുള്ള ആചാര്യൻ തന്റേതായ ആചാരമാർഗം കെട്ടിച്ചമയ്ക്കാനാണ്. ചൈതന്യമാപുര സമ്പ്രദായത്തിലുള്ള വൈഷ്ണവ സംസ്കാരത്തിന്റെ പിന്തുടർച്ചക്കാരെന്നറിയപ്പെടുന്ന ധാരാളം ജനങ്ങൾ വേദശാസ്ത്രങ്ങളുടെ സാരാംശം മനസ്സിലാക്കുകയോ അവ ശ്രദ്ധാപൂർവം പിന്തുടരുകയോ ചെയ്യുന്നില്ല. അതിനാൽ അവരെ അപസമ്പ്രദായക്കാർ അഥവാ സമ്പ്രദായത്തിന് പുറത്തുള്ളവരായി കരുതുന്നു. ഔല ബൗല കർത്തവജ നേഠ ദരവേശ സാനി സഹജിയ സഖിഭേദി സ്മാർത്ത ജാതകോസാനി അതിവാടി ചൂടധാരി ഗൗരംഗനാഗരി എന്നീ സംഘങ്ങളിൽ ഏർപ്പെട്ടവർ അപസമ്പ്രദായങ്ങളായി അറിയപ്പെടുന്നു. അപ്പൊ ഇത് പ്രഭുപാദരുടെ അവരുടെ പേര് സഹിതം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവരുമായിട്ട് നമ്മൾ സംഘം ചെയ്യാൻ പാടില്ല. കേരളത്തിൽ അതില്ല ഭാഗ്യവശാൽ. ചൈതന്യ മഹാപ്രഭുവിന്റെ ശിഷ്യ പരമ്പരയെ കർശനമായി പിന്തുടരുന്നതിനായി ഒരുവൻ ഈ അപസമ്പ്രദായക്കാരുമായി സമ്പർക്കം പുലർത്താൻ പാടില്ല. ആധികാരികനായ ഒരു ആത്മഗുരുവിൽ നിന്ന് ശിക്ഷണം ലഭിക്കാത്ത ഒരുവന് വേദശാസ്ത്രങ്ങൾ മനസ്സിലാക്കാനാവില്ല. അർജുനൻ തന്റെ ഭക്തനും സുഹൃത്തുമായതിനാലാണ് അതീവ രഹസ്യമായ ഭഗവതിയുടെ പൊരുൾ മനസ്സിലാക്കുന്നതെന്ന് ഭഗവാൻ വ്യക്തമാക്കുന്നു.
ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ നിർദ്ദേശം ഈ ആശയത്തിന് ഊന്നൽ നൽകുന്നു. അതിനാൽ വേദശാസ്ത്രങ്ങളുടെ നിഗൂഢ തത്വങ്ങൾ ഗ്രഹിക്കുവാനായി ഗുരുവൻ ആധ്യാത്മിക ഗുരുവിനെ സമീപിച്ച് അദ്ദേഹത്തെ സേവിക്കുകയും വിനയപൂർവ്വം അദ്ദേഹത്തിന് ശ്രവിക്കുകയും വേണം. എന്നാൽ മാത്രമേ ശാസ്ത്രങ്ങളുടെ അന്തസത്ത പ്രകാശിക്കപ്പെടുകയുള്ളൂ. ശ്വേതാശ്വരി ഉപനിഷത്ത് 6:23 പ്രകാരം പ്രസ്താവിക്കുന്നു. യസ്യദേവേ പരാഭക്തി യഥാദേവേ തഥാ ഗുരു സസ്യൈതേ കഥിതഹി അർത്ഥ പ്രകാശന്റെ മഹാത്മനി. അതായത് ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ട്, തദ്വിദ്യ പണിപാതേന പരിപ്രസേന സേവയ ഉപദേശിന്റെ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. ഒരു ഗുരുവിനെ സമീപിച്ച്, അതായത് ആധ്യാത്മിക സാക്ഷാത്കാരം നേടിയ ഒരു ഗുരുവിനെ സമീപിച്ച് വിനയപൂർവ്വം അദ്ദേഹത്തെ സേവിക്കുകയും ശ്രവിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് അതിൽ പറയുന്നുണ്ട്. പ്രഭുപാദ് വീണ്ടും ഇവിടെ എടുത്ത് പറയാണ് ഉപനിഷത്തിലെ ശ്ലോകം. ഭഗവാനിലും ആധ്യാത്മികരും തികഞ്ഞ ഭക്തിയുള്ളവർക്ക് വേദവിജ്ഞാനത്തിന്റെ ഉൾപ്പെടലെല്ലാം അനായാസേന വെളിപ്പെടും. ശ്രീ നരോത്തമ ഠാക്കൂർ ഇപ്രകാരം ഉപദേശിക്കുന്നു: സാധുശാസ്ത്ര ഗുരുവാക്യ ഹൃദയകരിയ ഐക്യ. ആത്മീയത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കുവാനായി ഒരുവൻ സാധു, ശാസ്ത്രം, ഗുരു എന്നിവയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കണം. 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ്. സാധു, ശാസ്ത്രം, ഗുരു. ഇവിടെ ഗുരു എന്നാൽ സ്വന്തം ആത്മീയ ദീക്ഷാ ശിക്ഷാ ഗുരു. സാധു എന്നാൽ ഗുരുതുല്യനായ മറ്റ് വിഷ്ണു ഭക്തന്മാരും എന്നർത്ഥം. അപ്പൊ ഇതില് ദീക്ഷാ ഗുരു, ശിക്ഷാ ഗുരു ഗുരുവിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. സാധു എന്ന് പറയുമ്പോൾ അവിടെ ഭക്തന്മാർ, വിഷ്ണു ഭക്തൻ. വേദശാസ്ത്രങ്ങൾ അംഗീകരിച്ച വസ്തുതകൾ മാത്രമേ ഗുരുവും സാധുവും നിർദ്ദേശിക്കുകയുള്ളൂ. അപ്പൊ ഇവർ രണ്ടുപേരും വ്യത്യസ്തമായി അഭിപ്രായം പറയാറില്ല. കാരണം ശാസ്ത്രം എന്ന് പറയുന്നു, അതനുസരിച്ചാണ് ഗുരു പറയുന്നത്. അതുപോലെ സാധുവും നിർദ്ദേശിക്കുന്നു. ഇപ്രകാരം ഗുരുവിന്റെയും സാധുവിന്റെയും വാക്യങ്ങൾ വേദവാക്യങ്ങൾക്ക് സമമാകുന്നു. അതിനാൽ ആത്മീയജ്ഞാനത്തിന്റെ ഇപ്രകാരം ഗുരുവിന്റെയും സാധുവിന്റെ വാക്യങ്ങൾ വേദവാക്യങ്ങൾ സമമാകുന്നു. അതിനാൽ ആത്മീയജ്ഞാനത്തിന്റെ ഉറവിടമായ ഇവ 3നെയും ആധാരമാക്കി ഒരുവൻ പ്രവർത്തിക്കേണ്ടതാണ്. ഒരു ശ്ലോകം കൂടെ വായിച്ച് നിർത്താം. ഇതി മധ്യേ ചന്ദ്രശേഖര മിശ്രതപന ദുഃഖിഹന പ്രഭുപായ കൈല നിവേദന. ഇപ്രകാരം ചൈതന്യ മഹാപ്രഭു സനാതന കോശം ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ചന്ദ്രശേഖരൻ തപനമിശ്രയും ദുഃഖിതരാവുകയും മഹാപ്രഭുവിന്റെ പാദങ്ങളിൽ ഒരു നിവേദനം സമർപ്പിക്കുകയും ചെയ്തു. അതെന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരു സസ്പെൻസ് ആയിട്ട് ഇരുന്നോട്ടെ. അപ്പൊ ഇവിടെ 5:41 ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത്, അതായത് മായാവാദി സന്യാസി, അതായത് മായാവാദം വളരെ വളരെ ഡേഞ്ചറസ് ആണ്, അപകടം. നമ്മുടെ ഭക്തിയെ മുഴുവനും നശിപ്പിക്കാനുള്ള ശക്തി അതിനുണ്ട്. പക്ഷെ ചൈതന്യ മഹാപ്രഭു നേരിട്ട് അവരോട് സംസാരിക്കുകയും അവരെ മാറ്റുകയും ചെയ്തു, കുറെ പേരെ. പക്ഷെ പ്രഭുപാദയുടെ ബുക്സ് വായിച്ച് പലരും മാറിയിട്ടുണ്ട്. പക്ഷെ പ്രഭുപാദർ നേരിട്ട് സംസാരിച്ച് വളരെ ചുരുക്കം, എന്റെ അറിവിൽ അത്രയില്ല. കഴിവതും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്ന അതുമായിട്ട് നമ്മൾ കൂടുതൽ സംഘം ചെയ്യാൻ പാടില്ല. കാരണം അവര് അപരാധീസാണ്, നിന്ദ ചെയ്യുന്നവരാണ്. വിഷ്ണു നിന്ദ, വൈഷ്ണവ നിന്ദ, 5 അപരാധങ്ങളില് 2 അപരാധങ്ങൾ വളരെ പ്രധാനം. ഒന്ന് വൈഷ്ണവ നിന്ദ, ഒന്ന് വിഷ്ണു നിന്ദ. അപ്പൊ അതുകൊണ്ട് അവർക്ക് ശാസ്ത്രത്തിന്റെ രഹസ്യം മനസ്സിലാക്കാൻ വളരെ അത്ര എളുപ്പമല്ല. പക്ഷെ ചൈതന്യ മഹാപുരം നമസ്കരിക്കുകയും സേവിക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ഓ നമോ നാരായണ എന്ന് പറഞ്ഞ് അവർക്ക് ആ ഒരു പുണ്യം കിട്ടിയത്. പക്ഷെ പൊതുവെ അവര് വിമർശിക്കും. പക്ഷെ വൈഷ്ണവ സിദ്ധാന്ത പ്രകാരം അല്ലെങ്കിൽ നമ്മുടെ തത്വം അനുസരിച്ച് നമ്മള് ഭഗവാന് രൂപമുണ്ടെന്നും ഇല്ലെന്നും അംഗീകരിക്കുന്നു. രണ്ടും നമ്മൾ അംഗീകരിക്കുന്നു. നമ്മൾ ഒന്നിനെ എതിർക്കുന്നില്ല. അചിന്ത്യഭേദ അഭേദ തത്വം. പക്ഷെ അവര് ഒന്നില് മാത്രം കടിച്ചു തൂങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
പലപ്പോഴും നമ്മൾ ഭക്തനാണ്, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല എന്ന് നമ്മൾ പലപ്പോഴും ധരിക്കും. പക്ഷെ എവിടെയെങ്കിലും നമുക്കൊരു ഫാൾ ഡൗൺ ഉണ്ടാകാം. അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ പുസ്തകങ്ങൾ വായിക്കുക. അതായത് ഒരു കഥയുണ്ട്. ഒരിക്കല് ഒരു ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ്. അപ്പൊ ഒരു സത്യസന്ധനായ ഒരു യുവാവ്, അദ്ദേഹം തൊഴിൽ ചെയ്തു ജീവിച്ചിരുന്നു. ഇടയ്ക്ക് തൊഴിലില്ലായിരുന്നപ്പോൾ അദ്ദേഹം തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നു. അപ്പൊ ആ സമയത്താണ് അദ്ദേഹം പിന്നിൽ നിന്നൊരു ശബ്ദം, എനിക്കൊരു തൊഴിലാളി വേണം എന്ന് പറഞ്ഞു. ഒരു വൃദ്ധൻ പറഞ്ഞു സംസാരിച്ചു. അപ്പൊ അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വൃദ്ധനാണ്. അദ്ദേഹം തൊഴിലാളി വേണമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താ ഞാൻ ചെയ്യേണ്ടത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ വളരെ വയസ്സാണ്, എന്റെ കയ്യിൽ 3 ബാഗുണ്ട്. അപ്പോ ഇതിൽ ഒന്ന് വളരെ ഭാരം കൂടിയാണ്. ഒന്ന് അങ്ങയ്ക്ക് ചുമക്കാൻ കഴിയുമെങ്കിൽ വളരെ നല്ലത്, അതിന് പകരം ഞാൻ സ്വർണ്ണ നാണയങ്ങൾ തരാം എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ആ ബാഗ് എടുത്തു. പക്ഷെ ഭയങ്കര വെയിറ്റ് ആണ്, ഭാരമായി. അപ്പൊ ഇതും കൊണ്ട് നടന്ന് പോവുകയാണ്. അപ്പൊ ഇദ്ദേഹത്തിന് സംശയം, ഞാൻ ഇതിലെന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, ഇതില് വെള്ളി നാണയങ്ങളാണ് എന്ന് പറയും. അപ്പോ അദ്ദേഹം തന്നെ തുറന്ന് പറയും, ഒരുപക്ഷെ ഇദ്ദേഹം എന്നെ സംശയിക്കണം, കാരണം വെള്ളി ആയതുകൊണ്ട് ഇതും കൊണ്ട് കടന്നു കളയുമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ കടന്നു കളയില്ല, ഞാൻ സത്യസന്ധനാണ്, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാമെന്ന് പറയും. അങ്ങനെ നടന്നു ഒരു നദിക്കരയിലെത്തുമ്പോ വീണ്ടും ഇദ്ദേഹം വയസ്സൻ പറയും, എനിക്ക് നദി കടക്കാൻ കഴിയില്ല, ഒരു ബാഗ് കൂടെ അങ്ങ് ക്യാരി ചെയ്യണമെങ്കിൽ വളരെ നല്ലത്, ഒരെണ്ണം എനിക്ക് വെക്കാം എന്ന് പറഞ്ഞു ഒരു ബാഗ് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. അതിന് 100 സ്വർണ്ണ നാണയങ്ങൾ ഞാൻ തരാം. അപ്പൊ അതിലെന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിൽ സ്വർണ്ണ നാണയമാണ്. അപ്പോ അദ്ദേഹം വയസ്സനായ ആൾ ചോദിച്ചു, എന്നെ നിങ്ങളെ വിശ്വസിക്കാമോ? എന്നെ പൂർണ്ണമായും വിശ്വസിക്കാം, കാരണം ഞാൻ സത്യസന്ധനാണ്. വ്യാജമായ കണക്ക് എഴുതാൻ എന്നെ പ്രേരിപ്പിച്ച കാരണം കൊണ്ടാണ് ഞാൻ ജോലി ഉപേക്ഷിച്ച് വേറൊരു ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞ് സ്ഥാപിച്ചു. അങ്ങനെ നടന്ന് നദി കടന്ന് വീണ്ടും നടന്ന് ഒരു കുന്നു കയറേണ്ട അവസരം വന്നപ്പോൾ വീണ്ടും അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇതും വഹിച്ചുകൊണ്ട് ഈ കുന്നു കയറാൻ പറ്റില്ല, അങ്ങ് ഇതുകൂടി ഈ 3ാമത്തെ ബാഗ് കൂടി വഹിക്കുകയാണെങ്കിൽ, ക്യാരി ചെയ്യുകയാണെങ്കിൽ ഞാൻ വീണ്ടും സ്വർണ്ണ നാണയം തരാം. അപ്പോ ഇദ്ദേഹം ക്യാരി ചെയ്യുന്ന എല്ലാ ബാഗിലും വെള്ളി, സ്വർണം, ലോഹം കാര്യങ്ങളാണുള്ളത്. അപ്പൊ ഇദ്ദേഹം നടന്ന് അങ്ങ് മുമ്പ് പോയിക്കോളൂ, ഞാൻ പതുക്കെ നടന്നു വരാം, അവിടെ വെയിറ്റ് ചെയ്താൽ മതി. ഇദ്ദേഹം നടന്ന് ഏകദേശം കുന്നിന്റെ ഏകദേശം മറുകരയായപ്പോ അദ്ദേഹം വയസ്സനെ കാണാനില്ല. അപ്പൊ അദ്ദേഹം സ്വയം ചിന്തിച്ചു തുടങ്ങി, ഈ വയസ്സിന് ഈ പൈസ വെച്ച് എന്ത് ചെയ്യാൻ? വയസ്സായി, ഒരു പക്ഷേ ഞാൻ ഈ പൈസയും കൊണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് പേരും പ്രശസ്തിയും വരും, നല്ലൊരു വിവാഹം, നല്ലൊരു ജോലി, ബഹുമതി എല്ലാം കിട്ടും. അപ്പോ ഒരു നിമിഷം കൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് മാറി, നെഗറ്റീവ് തോട്ട്. അപ്പൊ എന്ത് ചെയ്തു, ഇദ്ദേഹം ഈ 3 ബാഗും വഹിച്ചുകൊണ്ട് ഓടി ഇദ്ദേഹം ഈ വൃദ്ധനെ ഉപേക്ഷിച്ച് വീട്ടിലെത്തി. വീട്ടിലെ ആകെ തളർന്ന് അവശനായി അദ്ദേഹം ഈ 3 ബാഗും തുറന്നു നോക്കിയ. അപ്പൊ 3 ക്യാരി ബാഗും തുറന്നു നോക്കിയപ്പോ അതിനകത്ത് പൂർണ്ണമായിട്ടും സ്വർണവും വെള്ളിയും ഒന്നും ഇല്ലാതെ കംപ്ലീറ്റ് കല്ലുകളാണ്. അത്രയും വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം തലയിൽ അടിച്ചു വെച്ചു, എന്ത് മണ്ടത്തരം ചെയ്യും. എന്നിട്ട് അത് തിരഞ്ഞു നോക്കിയപ്പോ അതിനകത്തൊരു കത്തുണ്ടായിരുന്നു. അപ്പോ ആ കത്തെടുത്ത് തുറന്നു നോക്കിയപ്പോ അദ്ദേഹം വായിച്ചു. അപ്പൊ അതില് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ രാജ്യത്തിന്റെ രാജാവായി, സത്യസന്ധനായ ഒരാളെ പിൻഗാമിയാക്കാൻ വേണ്ടി അന്വേഷിച്ച് നടക്കുകയാണ്. പക്ഷെ നീ ഈ കല്ലും വഹിച്ചുകൊണ്ട്, സ്വർണമാണെന്ന് ധരിച്ചുകൊണ്ട് നീ എടുത്തുകൊണ്ട് ഓടി എന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹത്തിന് ഒരു പക്ഷേ സത്യസന്ധനായി നിന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ രാജാവാകാമായിരുന്നു.
അല്ലെങ്കിൽ ഉന്നത പദവി കിട്ടുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സ് മാറി, ചിന്തിച്ചു. അവസാനം എല്ലാം അദ്ദേഹത്തിന് നഷ്ടമായി. പൈസയും കിട്ടിയില്ല. അതുപോലെയാണ് പലപ്പോഴും നമ്മള് സാധനയിൽ പെർഫെക്റ്റ് ആണ്, നല്ലതാണ്, ഭക്തനാണ് എന്ന് വിചാരിക്കും. പക്ഷെ മായയ്ക്ക് ഏത് നിമിഷവും നമ്മൾ അടിമപ്പെട്ടു പോകാം. അതിന് ഉദാഹരണമാണ് അജാമിലിന്റെ കഥ. അതുപോലെ ഭരത മഹാരാജാവിന്റെ കഥ. ഇപ്പൊ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ പേരെന്താ, ഭാഗത്തിൽ വായിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പിന്നീട് പൂർവ്വസിദ്ധിയിൽ ആകർഷനാകുകയും. അപ്പൊ ഇതുപോലെ ഒരുപാട് കഥകൾ ശ്രീമദ് ഭാഗവതം നമുക്ക് വെളിവാക്കി തരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്കൊരു പാഠമാണ്, ഒരു മുന്നറിയിപ്പാണ്. അപ്പൊ അതുപോലെ അതേസമയം നമ്മൾ ഡിസ്കറേജ് ആവാനും പാടില്ല. നമ്മുടെ ആമയും മുയലിന്റെയും കഥ കേൾക്കുമ്പോൾ ആമയെ പലരും പരിഹസിച്ചു. ആമ മുയല് വന്ന് ചലഞ്ച് ചെയ്തു ഓട്ട മത്സരത്തിന്. അപ്പോ ആദ്യം തയ്യാറായില്ലെങ്കിലും അദ്ദേഹം പിന്നീട് സമ്മതിക്കുകയും പിന്നീട് ആ മുയല് വിചാരിച്ചു ആമ പതുക്കെയല്ലേ നടന്നു വരൂ എന്ന് വിചാരിച്ച് പകുതി കിടന്ന് ഉറങ്ങിപ്പോയി ആമ. അപ്പൊ ആ സമയത്ത് ആമ ക്രോസ് ചെയ്ത് പോയി. മുയൽ അവിടെ ചെന്നപ്പോ ആമ അവിടെ നിൽക്കുന്നു. അപ്പൊ അതുപോലെ രണ്ട് രീതിയിലും രണ്ട് കഥകളുണ്ട്. അപ്പൊ ഒന്നും നമ്മൾ ഡിസ്കറേജ് ആവാൻ പാടില്ല. തത്വങ്ങളെ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. രണ്ടാമത് നമ്മൾ അതേസമയം വളരെ കെയർഫുൾ ആയിരിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ഒരു പാഠമാണ് ഇതില് ചൈതന്യ മഹാപ്രഭു പ്രഭുപാദന് തരുന്നത് വോട്ട് മായാവാദി സന്യാസികളെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മുൻതൂക്കം കൊടുക്കുക, ഒരുപാട് ബുക്സ് വായിക്കുക, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക, ഷെയർ ചെയ്യുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. സമയം കൂടുതലെടുത്തെങ്കിൽ ക്ഷമിക്കുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. എല്ലാവരും കേട്ടു എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഇതിപ്പോ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തോണ്ട് ആള് കുറച്ച് കുറവാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ നിർത്താമോ? ഓക്കെ ബ്രോ. ഹരേ കൃഷ്ണ. വളരെ നന്ദി പ്രഭുജി. ശ്ലോകം നമ്മൾ വായിക്കേണ്ടത് 50 മുതലാണ്. ഹരേ കൃഷ്ണ. ഓക്കെ ബ്രോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 50 മുതൽ. ഓക്കെ ബ്രോ. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. വളരെ നന്ദി. ചൈതന്യ ചരിതാമൃതം പ്രഭുവിലൂടെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം പ്രഭുജി. ചൈതന്യ ചരിതാമൃതം വീണ്ടും പ്രഭുവിലൂടെ സന്തോഷം പ്രഭുജി. ഹരേ കൃഷ്ണ. നന്ദി പ്രഭുജി. ഹരേ കൃഷ്ണ.